ആ ഹലോ. അപ്പം നമ്മൾ രാവിലെ പുഴുങ്ങി വെച്ച ചക്കക്കുരു ഉണ്ടല്ലോ, പൊളിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ചക്കക്കുരു നല്ല ഉഷാറായി പൊളിച്ചിട്ടുണ്ട്. അത് നമ്മൾ മിക്സിയിലിട്ട് പൊടിക്കട്ടെ കേട്ടോ. പൊടിച്ചിട്ട് കാണിച്ചു തരാം. പൊടിക്കട്ടെ കേട്ടോ. അപ്പം നമ്മൾ അരക്കാണ്. അപ്പോൾ നമ്മളിത് പൊടിച്ചെടുത്തേക്കണം. ചക്കക്കുരു കണ്ടോ, നല്ല എളുപ്പത്തിൽ പൊടിഞ്ഞാണ്. നല്ല വേവായിട്ട് നല്ല ഉഷാറായി കണ്ടല്ലേ. അപ്പം ഇനി നമ്മൾ ഇതിലേക്കുള്ള മസാലക്കൂട്ട് എടുക്കണം കേട്ടോ. വലിയ ഒരു ഉള്ളി നല്ല കുനുകുനാ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല കുനുകുനാ അരിഞ്ഞിട്ടുണ്ട്. അതൊരു ഉള്ളി. പിന്നെ മുളക് എത്ര ചെറുതാക്കാൻ പറ്റിയോ അത്ര ചെറുതാക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഉള്ളിയിട്ട് പിന്നെ നമുക്ക് ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച്, അതായത് ഇങ്ങനെ നമുക്കിപ്പോൾ ഈ ചക്കക്കുരു കൊണ്ടൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ ചില ആൾക്കാർക്ക് വയറിനൊക്കെ ഒരു സ്വാദനമില്ലാത്ത മാതിരിയാവും. നല്ലൊരു നമുക്ക് എന്താ പറയാന്നറിയില്ല, അങ്ങനത്തെ ഒരു കേടുണ്ടാവും പള്ളക്ക്. അതിനു വേണ്ടി ഞങ്ങൾ കുറച്ച് വെളുത്തുള്ളി അരച്ചെടുത്തിട്ടുണ്ട്, അത് കുറച്ചിട്ടു. പിന്നെ ഒരു ഇഞ്ചി കഷ്ണം നല്ല ചെറുതാക്കി കേട്ടോ പീസാക്കിയിട്ടുണ്ട്, അതിട്ടു. പിന്നെ ഇതിക്ക് കുറച്ച് മല്ലിച്ചപ്പും പുതിനയും കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ നമുക്ക് കുറച്ച് ചെറിയ ജീരകം. പിന്നെ നമുക്ക് ഇതിലേക്ക് ഗരം മസാല ഇടാമെന്ന് പറഞ്ഞ്, അതില്ലെങ്കിൽ ചിക്കൻ മസാല ഇട്ടാലും മതിയാണ്. അപ്പോൾ നമുക്ക് ഗരം മസാല ഉണ്ട്, അതൊരു കുറച്ച് അര ടീസ്പൂണോളം മതി കണ്ടോ. പിന്നെ മുളക്, ഇത് കാശ്മീരി മുളകാണ് കേട്ടോ. ഉണ്ടല്ലേ, കാശ്മീരി മുളകാണ്. ഇതൊരു കുറച്ച്. ഇനി ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്യട്ടെ. അപ്പോൾ ഇത് നമ്മൾ മിക്സ് ചെയ്യാണ് കേട്ടോ. നല്ലോണം ഞൗണ്ടി അരച്ച് നല്ല റെഡിയാക്കട്ടെ. ഇത് ഇപ്പം നല്ലോണം ഞൗണ്ടിയിട്ട് നല്ല വെള്ളം വരാനായി കേട്ടോ. നമ്മളെ കൈമ കൂടെ കണ്ടോ വെള്ളം വരുന്നത്, അതേപോലെ നല്ലോണം ഞൗണ്ടണം. അങ്ങനെ ഞൗണ്ടി ശരിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച ചക്കക്കുരു ഇട്ടുണ്ട് കേട്ടോ. കണ്ടോ, പൊടിയായി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഈ ചക്കക്കുരുവിൻ്റെ പൊടിയും ഇതും പാടെ ഉള്ളിയും പാടെ മിക്സ് ചെയ്യണോ അല്ലേ. ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്ത് കണ്ട് വരുന്നപ്പോൾ കുറേശ്ശെ ഒരു നല്ല ഫിറ്റൊക്കെ തന്നെയാണ്. അപ്പം നമ്മൾ ഇതിലേക്ക് ഒരു കുറച്ച് അരിപ്പൊടി, അതായത് ഒരു 2 സ്പൂൺ കേട്ടോ. കറക്റ്റ് 2 സ്പൂൺ കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കുഴച്ചിട്ട് ഹലോ. ഇപ്പോൾ കണ്ടില്ലേ നമ്മൾ ഇതിപ്പോൾ ഉണ്ടാക്കിയിട്ട് ഇനി നമുക്ക് ഇങ്ങനെ ആക്കിയാൽ ഉണ്ടോ ഓക്കെ കേട്ടോ. നല്ലോണം കുഴച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ നമ്മൾ പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കില്ലേ, അതിൻ്റെ ഒരു ഷേപ്പ്. ഇപ്പം നമ്മൾ മൂടിയിലൊക്കെ ആക്കണമെങ്കിൽ നല്ല സൂപ്പറാവില്ലേ. അപ്പം നമ്മൾ ഇത്
നല്ലോണം കുഴച്ച് നല്ലോണം പരുവത്തിലാക്കി കേട്ടോ. നമുക്കിത് ചുട്ടാൽ മതി. ഓക്കെ. അപ്പം ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്ര പരത്തുക. തിന്നായിട്ട് ഭയങ്കര കട്ടി വേണ്ടേ, തിന്നാകുമ്പോഴാണ് രസം ഉണ്ടാവുക. അപ്പം നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കോരി മാറ്റാം. അപ്പം ഇനി നമുക്ക് അടുത്തിടാം. നേരത്തെ ചൂട് കൂടി ഉണ്ടായി. ഇടയ്ക്കൊന്ന് ലോ ഫ്ലെയിമിലൂടെ, ഇടയ്ക്കൊന്ന് ഹൈ ഫ്ലെയിമിലൂടെ. അപ്പം നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടോ. നല്ല ഉഷാറായി കിട്ടിയിട്ടുണ്ട്. നല്ല ഉഷാറായിന്. ഇതൊന്ന് തിന്ന് നോക്കാം കേട്ടോ, ടേസ്റ്റ് ഒക്കെ. അപ്പം കഴിച്ചേക്കാം. നല്ല സോഫ്റ്റാണ്. ഇവിടെ ഓൾറെഡി കഴിച്ചു തുടങ്ങി. അപ്പം അങ്ങനെയുണ്ട്. അപ്പം ഇതിന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് തന്നെ. ബൈ.